നമസ്കാരം. വകുപ്പിലെ ജീവനക്കാരെയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിൽ. സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ചതായി ആരോപണമുയർന്നു. മന്ത്രി ഓഫീസിൽ ഇത് വലിയ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട്. മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു. വിവാദത്തിൽ കുടുങ്ങിയ എല്ലാവരെയും മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയേക്കും. മന്ത്രി ഓഫീസിലുള്ളവർക്ക് പ്രവർത്തനചട്ടം CPM നിശ്ചയിച്ചിരുന്നു. ഇതിന് വിരുദ്ധമാണ് സംഭവിച്ചതെല്ലാം. ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ 3 പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദാന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം. ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്ന് കാണിച്ച സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചിട്ടില്ല. മാതൃഭൂമി ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോഴിക്കോട് സ്വദേശിയായ പേഴ്സണൽ അസിസ്റ്റന്റ് മന്ത്രിയുടെ അതിവിശ്വസ്തനാണ്. ഈ വിവാദം പിണറായി സർക്കാരിന് തന്നെ തലവേദനയായി മാറും. ഏറെ നാളായി പ്രസ്തുത വകുപ്പിൽ പലതും നടക്കുന്നു. ഒന്നിനും ഏകോപനവുമില്ല. ഇതിനിടയിലാണ് പുതിയ ഹണി ട്രാപ്പ് വിവാദം. ഫോൺ റെക്കോർഡിംഗും മറ്റും നടന്നത് ഓഗസ്റ്റിലാണ്. ജോലി സ്ഥലത്ത് പല പരാതികൾ ഉയർന്നത് കാരണം യുവതിയെ സ്ഥലം മാറ്റിയിരുന്നു. സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചു. മുമ്പും ഈ ഉദ്യോഗസ്ഥ പലരെയും കുടിക്കുന്ന ആരോപണമുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥയാണ് താല്പര്യമുള്ളിടത്ത് സ്ഥലം മാറ്റത്തിന് നീക്കം തുടങ്ങിയത്. പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകുന്നതിനെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തു. പരാതി അന്വേഷിക്കാനും വകുപ്പ് നടപടിയെടുത്തു. ഇതോടെ ഉദ്യോഗസ്ഥർ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് കൈവശമുണ്ടെന്നും അവകാശപ്പെട്ട് യുവതി രംഗത്തെത്തി. ഇതോടെ കഥ മാറി മറിഞ്ഞു. യുവതി ജോലി ചെയ്ത സ്ഥലത്തെ മേലധികാരിയായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത് താൻ നിർദ്ദേശിക്കുന്നിടത്ത് നിയമിക്കണമെന്നും തനിക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും യുവതി ആവശ്യപ്പെട്ടു. പിന്നീട് ഇതെല്ലാം സംഭവിച്ചു എന്നതാണ് വസ്തുത. ആ ലോബി ആ വകുപ്പിനെ വിഴുങ്ങി. മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതി. ഇതൊന്നും ഉന്നത ഉദ്യോഗസ്ഥർ വകവെച്ചില്ല. ഇതോടെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യുവതി ഭീഷണി ഘടിപ്പിച്ചു. യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആവശ്യപ്പെട്ടതെല്ലാം പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തു. യുവതിയെയും അവർ നിർദ്ദേശപ്രകാരം മേലധികാരിയെയും ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മാറ്റി നിയമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കും സ്ഥലം മാറ്റി. അതിവിചിത്രമായി ഈ സംഭവമല്ല. ഈ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതിയിൽ വനിതാ കമ്മീഷൻ യുവതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. തന്നെ വനിതാ കമ്മീഷൻ കേട്ടില്ലെന്ന് കാട്ടി ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തു. ഈ തീരുമാനം യുവതി അംഗീകരിച്ചില്ല. അവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതമായി. ബുധനാഴ്ച ഇതിന് ഉത്തരവും ഇറങ്ങി. ഇതോടെ ഹണി ട്രാപ്പ് ചർച്ച പുതിയ തലത്തിലുമെത്തി. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഇതെല്ലാം കണ്ടെത്തി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് സ്ഥലം മാറ്റിയ ഓഫീസറെ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ആരോപണം ഉയർന്ന തസ്തികയിലേക്ക് വീണ്ടും തന്നെ നിയമിച്ച വനംവകുപ്പിന്റെ വിചിത്ര ഉത്തരവും ഏറെ ചർച്ചയായിരുന്നു. ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഇയാളെ വീണ്ടും പഴയ തസ്തികയിൽ തന്നെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത്. മരമിൽ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോപണം ഉയർന്നതിന് പിന്നാലെ സ്ഥലം മാറ്റി. പക്ഷേ വിചിത്ര ഉത്തരവിലൂടെ ഇയാൾ സ്ഥലത്ത് തിരിച്ചെത്തി. ഇതിന് സമാനമായി നിരവധി ആരോപണങ്ങളും ഉണ്ടായി. ആഴ്ചകൾക്ക് മുമ്പ് അധ്യാപകനെ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മർദ്ദിച്ചതായി പരാതിയുമെത്തി. കാറിൽ കോഴിക്കോട് നിന്ന് വരികയായിരുന്നു അധ്യാപകൻ. ഇതിനിടയിൽ മൈലങ്ങാട്ട് വനത്തിനടുത്ത് വെച്ച് ഒരാൾ കാറിന് കൈ കാണിച്ചു. അയാൾ യൂണിഫോമിലല്ലായിരുന്നു. അതിനാൽ തന്നെ താൻ വണ്ടി നിർത്തിയില്ലെന്ന് അധ്യാപകൻ പറയുന്നു. തുടർന്ന് റേഞ്ച് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ യൂണിഫോമിലുള്ള ഒരാൾ കാർ തടഞ്ഞു. കുറച്ച് സമയത്തിനകം ഇയാളും അവിടെ എത്തി. വാക്കുതർക്കം ഉണ്ടാവുകയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. മാധ്യമങ്ങളടക്കം ഈ ക്രൂരത റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു ചുക്കുമുണ്ടായില്ല. ഇയാൾക്കെതിരെയാണ് വനംവകുപ്പിലെ മുതിർന്ന IFSകാർ പോലും പരാതി പറയാൻ ഇടമില്ലാതെ ഓടുന്നത്. ഇതിന് പിന്നിലും ഹണി ട്രാപ്പ് ഉണ്ടെന്നാണ് ആക്ഷേപം.